ഹലോ ഗായ്സ്, ഞങ്ങൾ എവിടേക്കാണെന്നല്ലേ? ഈ ഓണത്തിന്റെ തലേന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉത്രാടപ്പാച്ചലിന് പോകാറില്ലേ? അതുപോലെ തന്നെ ഇട്ടുചേട്ടന്റെ കല്യാണത്തിന്റെ അവസാനത്തെ പർച്ചേസിങ്ങിനാണ് പോകുന്നത്. ഒരു കല്യാണപ്പാച്ചൽ എന്നൊക്കെ പറയാം. റിതൂട്ടൻ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഫീസ് അങ്ങനെ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഫാൻസി സ്റ്റോറിലാണ് കയറിയത്. അവിടെ താൻറ്റിയുടെ ഒരു മിഠായി കിട്ടിയപ്പം റിതൂട്ടൻ സൈഡായി. ഞാനങ്ങനെ മിഠായി ഒന്നും കൊടുക്കാറില്ല. പിന്നെ ആളുകളുടെ മുന്നിൽ വെച്ചൊരു യുദ്ധം നടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കൊടുത്തതാണ്. ആ മുഖത്തെ സ്ഥായീഭാവം കണ്ടില്ലേ? ഞാൻ പിടിച്ചു വാങ്ങിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. എങ്ങാനും പിടിച്ചു വാങ്ങിച്ചാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അകത്താക്കാൻ നോക്കിയാണ്. ഞാൻ അങ്ങനെ വിടുവോ? പിടിച്ചു വാങ്ങിച്ച് ഞാൻ തന്നെയാണ് ബാക്കി കഴിച്ചത്. പിന്നെ അവിടുന്ന് ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത്. അതാണ് നമ്മുടെ വധു കേട്ടോ. ദേ ഈ കുപ്പി ഇനി അവന്റെ വാങ്ങിക്കണമെങ്കിൽ ആരെ കൊണ്ടും പറ്റില്ല. എങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ആകെ ആ കുപ്പി കൊടുക്കാറുള്ളത്. കാരണം വേറൊന്നുമല്ല, വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് തറയിൽ ഇട്ടിട്ട് വീണ്ടും അത് തന്നെ എടുത്ത് കുടിക്കും. എന്താ അല്ലേ? അങ്ങനെ ആദ്യം തന്നെ കിട്ടിച്ചേട്ടന്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കയറി. ഈ സീൻ മുമ്പ് എവിടെയോ കണ്ടിട്ടില്ലേ? അത് തന്നെ. ഈ മുടിയുമേ ഞാൻ ഇന്നൊരു താജ്മഹൽ പണിയും. അനങ്ങിയാൽ അത് കുത്തബ് മീനാർ ആകും. പാവം കല്യാണത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. ഒരാൾ മുടി വെട്ടുന്നത് കാണാൻ ഇത്രയും പേർ. മറ്റേ ചേട്ടൻ ഇറക്കി വിടാഞ്ഞത് ഭാഗ്യം. ഇനി ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ. കിട്ടിച്ചേട്ടൻ മാറുന്നേ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഏട്ടൻ. ആഹാ, എന്നാ എനിക്കും ഒന്ന് മുടി വെട്ടണം. ഇനി ഈ മുടിയിൽ എന്ത് വെട്ടാനാണോ എന്തോ. 4-5 ദിവസം മുന്നേ ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. ചുമ്മാ ഒരു മനസ്സുഖം. റിതൂട്ടൻ അന്തം വിട്ട് നോക്കുന്ന കണ്ടില്ലേ? കിട്ടിച്ചേട്ടനെ കാണാൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ദാ കിടക്കുന്നു. പുതിയ എന്തോ തരം ഫേഷ്യലിംഗ് ആണെന്നാണ് പറഞ്ഞത്. മറ്റന്നാ കല്യാണം അല്ലേ, ഒന്ന് മെനയാവണമല്ലോ സജി. എന്നാലും എല്ലായിടത്തും ഇങ്ങനെ കിടത്തിയാണോ ഫേഷ്യൽ ചെയ്യുന്നത്? ആവോ, ഞാനാകെ എന്റെ കല്യാണത്തിന് മാത്രമേ ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അന്ന് ഇരുന്നാണല്ലോ ചെയ്തത്. എന്തേലും ആവട്ടെ. അങ്ങനെ നീണ്ട 2 മണിക്കൂറുകൾക്ക് ശേഷം സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോ ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങാം. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ഒരു ഫുഡ് വെയർ ഷോപ്പിലേക്കാണ് കയറിയത്. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. മനസ്സിൽ കണ്ടത് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. ഇനി ഞാനായിട്ട് വൈകിപ്പിക്കണ്ട. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി. ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ കയറി തന്തൂരിയും പൊറോട്ടയും കഴിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5-6 മണിക്കൂറായി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.